പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ മുൾമുനയിലാക്കാൻ ബി.ജെ.പി. മുന്നൊരുക്കങ്ങൾ തുടങ്ങി. 5-ൽ കുറയാത്ത സീറ്റുകളുമായി നിയമസഭയിൽ ഇത്തവണ സാന്നിധ്യമുറപ്പിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. സഖ്യം. 4 മാസങ്ങൾക്ക് ശേഷം ഡിസംബറിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 പൊതു തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ തങ്ങളുടെ കരുത്തറിയിക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇതിനോടകം പൂർത്തിയാക്കി അംഗത്തട്ടിലിറങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇടതു വലതു മുന്നണികളുടെ ഉറക്കം കെടുത്തുന്ന അടവുകളും തന്ത്രങ്ങളും ഇറക്കി വരും തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 2026 5-ൽ കുറയാത്ത MLA-മാർ ബി.ജെ.പിക്കുണ്ടാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. അതിന്റെ വ്യക്തമായ സൂചനയാണ് ബി.ജെ.പിയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിലുടനീളം മുഴങ്ങിക്കേട്ടത്. ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയതും ഒന്നും കാണാതെയല്ലെന്നും പറയേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്ത് നിന്നുള്ള ഷോൺ ജോർജ്, അനൂപ് ആന്റണി അടക്കമുള്ള പുതുമുഖങ്ങളെ ഭാരവാഹികളായി പ്രഖ്യാപിച്ചതിന് പിന്നിലും ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് വ്യക്തമാണ്. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്ന് ആവർത്തിച്ച് കവലകൾ തോറും പ്രസംഗിച്ച് നടന്ന ഇരു മുന്നണികളെയും മുൾമുനയിലാക്കി 2016 നേമത്ത് നിന്നും രാജഗോപാൽ കേരള നിയമസഭയിലെത്തിയപ്പോൾ ഇടതു വലതു പാർട്ടികൾക്ക് അന്നത് കനത്ത പ്രഹരമായി. നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതോടെ കേരളത്തിലുടനീളം പാർട്ടി വേരുകൾ ശക്തിപ്പെടാനുള്ള പരിശ്രമങ്ങളും ബി.ജെ.പി. നേതൃത്വം തുടങ്ങിവെച്ചു. അതേസമയം ഇടതു വലതു മുന്നണികൾ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും മാധ്യമപ്പടകൾക്ക് മുമ്പിൽ പരസ്പരം വിഴുപ്പലക്കി സമയം കളഞ്ഞു. ദൃശ്യമാധ്യമങ്ങളിലെ അന്ത്യചർച്ചകളിലൂടെ മുഖച്ഛായ വർദ്ധിപ്പിക്കാൻ LDF-ഉം UDF-ഉം ഒരുപോലെ കൊമ്പുകോർത്തപ്പോൾ 2025 ഡിസംബറിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2026 പൊതു തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് എത്രത്തോളം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുകളിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. 2 കോർപ്പറേഷനുകൾ, 10-ൽ കുറയാത്ത മുനിസിപ്പാലിറ്റികൾ, 21,000 വാർഡുകളിൽ 25% കുറയാത്ത വോട്ട് ശേഖരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ബി.ജെ.പി. സജീവമാവുകയും ചെയ്തു. 2026 5 പേരെയെങ്കിലും നിയമസഭയിലെത്തിക്കുമെന്ന ബി.ജെ.പിയുടെ വാദത്തെ പുച്ഛിക്കുന്നവർ ഇരു മുന്നണികളിലും ഉണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അവകാശവാദത്തിന് അടിവരയിടുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 3-ാം സ്ഥാനത്തായിരുന്നു ബി.ജെ.പിയുടെ സുരേഷ് ഗോപി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഈ സിനിമാ താരം തൃശൂരിന്റെ MP-യും കേന്ദ്രമന്ത്രിയുമായി. ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ നൽകിയ ദേശീയ നേതൃത്വം ജോർജ് കുര്യനിലൂടെ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷ വോട്ടുകളെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. തീരദേശ ക്രിസ്ത്യൻ മതന്യൂനപക്ഷ സമുദായ വോട്ടുകൾ ഉൾപ്പെടെ പെട്ടിയിലാക്കാൻ ന്യൂനപക്ഷ വകുപ്പും ഫിഷറീസ് വകുപ്പും ജോർജ് കുര്യന് നൽകിയതും വെറുതെയല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് 5-ൽ കുറയാത്ത ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കണക്കുകൂട്ടുന്നത്. കേരള കോൺഗ്രസ് സെക്കുലർ പാർട്ടിയുടെ നേതാവും മുൻ പൂഞ്ഞാർ MLA-യുമായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, മാണി ഗ്രൂപ്പുകാരിയായിരുന്ന മുൻ വനിതാ കമ്മീഷൻ അംഗം ലിസി ജോസ്, അനൂപ് ആന്റണി എന്നിവരുടെ നേതൃസ്ഥാനവും ഇത്തവണ എടുത്തു പറയേണ്ടതാണ്. ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ ഇപ്പോൾ തന്നെ അധികാരവും പദവിയും ആവശ്യപ്പെട്ടുള്ള വടംവലി മുറുകിയിരിക്കുകയാണ്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ മുന്നണി മാറുന്നതിലടക്കം തർക്കം തുടരുകയാണ്. റോഷിയും 3 MLA-മാരും ഇടതുമുന്നണി വിടാൻ ഒരുക്കമല്ലെന്നും സൂചനയുണ്ട്. മറ്റ് പോംവഴികളൊന്നുമില്ലാതെ വന്നാൽ ജോസ് കെ മാണി ബി.ജെ.പിയിലെത്തിയേക്കും. കേന്ദ്രമന്ത്രി പദമെന്ന പച്ചില വെച്ച് നീട്ടിയാൽ ജോസ് കെ മാണിയെയും കൂട്ടരെയും ബി.ജെ.പി. പാളയത്തിൽ എത്തിക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെയും കണക്കുകൂട്ടൽ. അതേസമയം കേരളത്തിൽ ബി.ജെ.പിക്ക് കൂടുതൽ വോട്ടുകളുള്ള നിയമസഭാ മണ്ഡലങ്ങളായ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, അടൂർ, ആറന്മുള, കായംകുളം, മാവേലിക്കര, തൃശൂർ, പാലക്കാട്, മലമ്പുഴ, ചിറ്റൂർ മണ്ഡലങ്ങൾക്ക് പുറമെ ഹരിപ്പാടും ഗുരുവായൂരും കൊട്ടാരക്കരയിലും വേരോട്ടമുണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ വാദം. 2016 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ ചില മണ്ഡലങ്ങളിൽ അവർ നിർണായക ശക്തിയായിരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നിൽ സന്ദീപ് വാര്യരെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടുകൾ ഉണ്ടായിട്ടും ബി.ജെ.പി. സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പോൾ ചെയ്തതിന്റെ 28% നേടി 2-ാം സ്ഥാനത്തെത്തി. CPM സ്വതന്ത്രൻ അന്ന് കിട്ടിയത് വെറും 27%. 2021 UDF-ലെ ഷാഫി പറമ്പിലുമായി മത്സരിച്ച ബി.ജെ.പിയുടെ E. ശ്രീധരനും അന്ന് 2-ാമതെത്തി. മഞ്ചേശ്വരം
പരിസരത്ത് മത്സരിച്ച കെ സുരേന്ദ്രൻ 2 തവണയും 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2016 89 വോട്ടിനും 2021 745 വോട്ടിനുമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 2006 CPM-ലെ CH കുഞ്ഞമ്പ് 4829 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ പിന്നീട് 2 തവണ കുഞ്ഞമ്പ് 3ാം സ്ഥാനത്തായി. 2021 കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും 2016 വി മുരളീധരനും കടകംപള്ളിക്കെതിരെ മത്സരിച്ച് രണ്ടാമതെത്തിയവരാണ്. 2021 നേമത്ത് കുമ്മനം രാജശേഖരൻ രണ്ടാമനായപ്പോൾ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് കഴക്കൂട്ടത്ത് പിന്തള്ളപ്പെട്ടതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും പുലർത്തിയാണ് BJPയുടെ ഓരോ കരുനീക്കവുമെന്ന് പറയാതെ വയ്യ. 2026 ഇടത് വലത് മുന്നണികളുടെ ചില കുത്തക സീറ്റുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. സാധ്യതാ പട്ടികയിൽ നേമവും വട്ടിയൂർക്കാവും തൃശൂരും മഞ്ചേശ്വരവും പാലക്കാടും കഴക്കൂട്ടവുമൊക്കെ ഉൾപ്പെട്ടാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. 100 കൊല്ലത്തെ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 150 കൊല്ലം പാരമ്പര്യം പറയാൻ കഴിയുന്ന കോൺഗ്രസും ഇനിയും അടിയിടറി വീഴുന്നെങ്കിൽ അതിന് കാരണക്കാരും ഈ പാർട്ടിയിൽ തന്നെയുള്ളവരെന്ന് പറയേണ്ടി വരും. BJPയുടെ രൂപീകരണം, രാഷ്ട്രീയ വളർച്ച, പിന്നീടുണ്ടായ അധികാര പദവികൾ, കർണാടക, തെലങ്കാന, പശ്ചിമ ബംഗാൾ, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ 45 കൊല്ലം കൊണ്ട് BJP നേടിയ പുരോഗതി, ഇതൊക്കെ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. 1951 ഒക്ടോബർ 21 ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട RSSന്റെ രാഷ്ട്രീയ വിഭാഗമായിരുന്നു ഭാരതീയ ജനസംഘം. 1977 ജനതാ പാർട്ടിയുമായി ചേർന്ന് കേന്ദ്രത്തിൽ അധികാരം പങ്കിട്ടിരുന്നു. അതിനുശേഷം 1980 നവംബർ 9 ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനനം. അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനി, ഭൈറോൺ സിംഗ് ശെഖാവത്ത് എന്നിവർ ചേർന്നാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP രൂപീകരിച്ചത്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ ഇന്ത്യയുടെ ഭരണചക്രം ഏറ്റെടുത്തു. പാർട്ടി രൂപീകരണത്തിന് ശേഷമുള്ള 45 കൊല്ലം കൊണ്ട് പശ്ചിമ ബംഗാളും കേരളവും തെലങ്കാനയും BJP മുൻപ് ഭരിച്ചിരുന്നതും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതുമായ കർണാടകയും ഒഴികെയുള്ള 15 സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കും ജാർഖണ്ഡ്, മേഘാലയ, നാഗാലാൻഡ്, ആന്ധ്ര, സിക്കിം, ഹിമാചൽ പ്രദേശ്, പോണ്ടിച്ചേരി സർക്കാരുകൾക്ക് പുറമേ നിന്ന് പിന്തുണ നൽകിയും BJPയുടെ വളർച്ച ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു. വരും കാലങ്ങളിൽ കേരളത്തിലും BJPയുടെ അതിവേഗ വളർച്ചാ സാധ്യതകളെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. 2004 മുതൽ 2014 വരെ 10 കൊല്ലം നീണ്ട മൻമോഹൻ സിംഗ് ഭരണം അവസാനിച്ച ശേഷം അതേ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാണ് BJP അധികാരത്തിലെത്തിയത്. 2004 145 സീറ്റും 2009 206 സീറ്റും നേടിയിരുന്ന കോൺഗ്രസ് 2014 44 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയത് മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണക്കുറവിലേക്കാണ് വിരൽ ചൂണ്ടിയത്. 2016 നോട്ട് നിരോധനവും 2017 GST ബില്ലും ഗാർഹിക സിലിണ്ടറുകളുടെ വിലക്കയറ്റവും ഇന്ധന വിലവർധനവും ഒന്നും മോദിയുടെ ഭരണത്തിന് ഒരിക്കലും വിലങ്ങുതടിയാവില്ലെന്നും പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ 2036 അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാര്യമായി സംഭാവന ചെയ്യാൻ കഴിയാത്തവരെയെല്ലാം പടിയടിച്ച് പുറത്താക്കിയ നേതൃത്വം മുൻ കേന്ദ്രമന്ത്രിയെ സംസ്ഥാന അധ്യക്ഷനാക്കിയതും കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, MN രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വെട്ടിനിർത്തിയതും ഒന്നും കാണാതെയല്ല. IAS പദവി രാജിവെച്ച് രാഷ്ട്രീയത്തിലിറങ്ങി പിന്നീട് BJPയിലൂടെ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി വരെയായ അൽഫോൻസ് കണ്ണന്താനം വരെയുള്ളവർ അഹന്തയും അഹങ്കാരവും മൂലം BJP പാളയത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന നേതാക്കളാണ്. BJP ഒന്നുമല്ല എന്നും അവർക്ക് ഒരു സ്വാധീനവും കേരളത്തിൽ ചെലുത്താൻ കഴിയില്ലെന്നും വിശ്വസിക്കുന്നവരുടെയെല്ലാം കണ്ണു തള്ളുന്ന പ്രകടനമാകും വരും തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കേരളത്തിന് കാണേണ്ടി വരിക. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും A to Z ന്യൂസ് മലയാളം 24 പ്രത്യേക മമതയോ താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ രാഷ്ട്രീയ വിശകലനമാണ് ഈ ചാനലിൻ്റെ മുഖമുദ്രയെന്നും അക്കാര്യത്തിൽ സത്യസന്ധതയും സുതാര്യതയും തുടർന്നും പുലർത്തുമെന്നും മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. A to Z ന്യൂസ് മലയാളം 24.